ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാൻ കടന്നു വന്നപ്പോൾ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് നൽകാം. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏതെങ്കിലും തരത്തിൽ ചെറുതോ വലുതോ ആയ സഹായം നൽകിയവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ചെറുപ്പം മുതൽ, നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ചെറിയതായി പോലും നമ്മെ സഹായിച്ചിട്ടുള്ളവരെ ഒന്ന് ഓർക്കാം. ഇന്ന് അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയെല്ലാം കർത്താവാണ് നമ്മെ സഹായിക്കാനായി അയച്ച വ്യക്തി. എന്തെന്നാൽ കർത്താവായ യേശു നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹവും കരുതലും സഹായവുമാണ് ഈ വ്യക്തികളിലൂടെ നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം ഓർമ്മ വെച്ച കാലം മുതൽ നമ്മെ വേദനിപ്പിച്ച വ്യക്തികളെ, ഇന്ന് വരെ നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ, നമുക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം ഓർക്കാം. അവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എന്തെന്നാൽ അവരിലൂടെ ദൈവമാണ് നമ്മുടെ കുറവുകളെ എടുത്തു കാണിച്ചു തന്നത്. നമ്മുടെ പിഴവുകളെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ വഴി ശരിയല്ല എന്ന് പറഞ്ഞു തന്നത് ദൈവം ഈ വ്യക്തികളെയാണ് ഉപയോഗിച്ചത്. അതിനാൽ ദൈവം ഉപയോഗിക്കപ്പെട്ട ഈ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയും വിവേചിച്ചു തരാൻ ദൈവമാണ് ഈ വ്യക്തികളെ ഓരോരുത്തരെയും നമുക്ക് വേണ്ടി നിയമിച്ചത്. അതിനാൽ ദൈവത്തെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് ഈ നിമിഷം വരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നു, കർത്താവ് നമ്മെ കരുതുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ വ്യക്തികൾ ഓരോരുത്തരും. അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് കാഴ്ചയർപ്പിക്കുക. അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനനം മുതൽ ഇപ്പോൾ വരെ നമ്മെ സഹായിച്ച, നമ്മെ കൂടെ നിർത്തിയ, നമ്മുടെ കൂടെ നിന്നവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം നമ്മെ എതിർത്തവരെ, നമ്മെ എതിർക്കുന്നവരെ, നമുക്കെതിരെ നിൽക്കുന്നവരെ, നമ്മെ കൂടെ നിർത്താത്തവരെ, ഇവരെ എല്ലാം ഓർത്തും ദൈവത്തിന് നന്ദി പറയാം. കർത്താവായ ദൈവമാണ് നമ്മുടെ കുറവുകളെ കാണിച്ചു തരാൻ ഈ വ്യക്തികളെ ഉപയോഗിക്കുന്നത്. അതിനാൽ ഇവരെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നുള്ളവരെ ആരെയും നമുക്ക് മാറ്റി നിർത്തരുത്. എന്നാൽ അവരുടെ കൂടെ പോയി നിൽക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ അവരെ മാറ്റി നിർത്തരുത്. ഹൃദയത്തിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുക. എന്നാൽ ദൈവമാണ് ഈ വ്യക്തികളെ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചത്. ഈ രാത്രിയിൽ ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ തിരുത്തുന്ന, നമ്മെ സ്നേഹത്തോടെ ശിക്ഷിക്കുന്ന ദൈവത്തെ ഒരിക്കലും നാം മറക്കരുത്. ഒരിക്കലും ആ ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകരുത്. ഒരിക്കലും ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാതിരിക്കരുത്. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. എപ്പോഴും നമ്മുടെ ഹൃദയം നന്ദി നിറഞ്ഞ ഹൃദയമാകട്ടെ. തിരിച്ച് ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് തന്നെ നാം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഓരോ കാര്യങ്ങളിലും നന്ദി അർപ്പിക്കുക. ഓരോ വ്യക്തികളെയും ഓർത്ത് നന്ദി അർപ്പിക്കുക. കർത്താവിന് നന്ദി അർപ്പിക്കുക. നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കുക. നമ്മുടെ ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യങ്ങളെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളായിരിക്കാം ഇപ്പോൾ നാം ജീവിച്ചു പോകുന്നത്. എന്നാൽ ഈ സാഹചര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. മാണിക്യം കുപ്പയിലും തിളങ്ങും എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അതിനാൽ നാം ഓരോരുത്തരും കുപ്പയിൽ തിളങ്ങുന്ന മാണിക്യമായാണ് ദൈവം നമ്മെ കാണുന്നത്. അതിനാൽ ദൈവത്തിന് ആ കുപ്പയിൽ നിന്ന് നമ്മെ മാറ്റി സിംഹാസനത്തിൽ നമ്മെ ഇരുത്താൻ ദൈവത്തിന് അസാധ്യമല്ല. ഒരു നിമിഷം മതി. അതിനാൽ നമ്മുടെ ഇപ്പോഴത്തെ നിഷേധാത്മകമായ ജീവിത അന്തരീക്ഷത്തെ ഓർത്ത് നാം ഭയപ്പെടാതെ, നാം പരിതപിക്കാതെ, നാം പരാതിപ്പെടാതെ
നല്ലൊരു ജീവിതം നൽകാൻ പോകുന്ന ദൈവത്തെ ഓർത്ത്, നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിക്കുന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഹൃദയം നിറയെ നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ കിടന്നുറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ഉറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരെ എല്ലാം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. എല്ലാവരോടും രമ്യതപ്പെടുക, എല്ലാവരോടും അനുരഞ്ജനപ്പെടുക. ഹൃദയത്തിൽ നിങ്ങൾ അനുരഞ്ജനപ്പെടുക, ഹൃദയത്തിൽ നിങ്ങൾ രമ്യതപ്പെടുക. എന്തെന്നാൽ ഇവരെയെല്ലാം ദൈവം നൽകിയ വ്യക്തികളാണ്. നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ, നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ വിധത്തിലും ദൈവം നമ്മിലേക്ക് ജനങ്ങളെ അയച്ചു, വ്യക്തികളെ അയച്ചു. അത് കുടുംബാംഗങ്ങളായി, സുഹൃത്തുക്കളായി, അയൽവാസികളായി, ജീവിത പങ്കാളിയായി, മാതാപിതാക്കളായി, മക്കളായി, സഹോദരി സഹോദരങ്ങളായി, ടീച്ചേഴ്സായി, അധികാരികളായി എല്ലാം ദൈവം നമ്മുടെ പക്കലേക്ക് ആളുകളെ അയച്ചു. നമ്മുടെ ജോലിക്കാരായി, നമ്മുടെ സബോർഡിനേറ്റ്സായി എല്ലാം ദൈവം നമ്മുടെ പക്കലേക്ക് ഒത്തിരി ആളുകളെ അയച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം ദൈവമാണ് അയച്ചത്. ഇത്രമാത്രം നമ്മെ കരുതുന്ന ദൈവത്തെ എന്തുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്ക് ആരാധിച്ചുകൂടാ? ഹൃദയം തുറന്ന് എന്തുകൊണ്ട് നമുക്ക് നന്ദി അർപ്പിച്ചുകൂടാ? ദൈവത്തിന് നന്ദി പറയുക. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനന്തമായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ ഈ രാത്രിയിൽ നമുക്ക് വസിക്കാം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 21:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ അവൻ എത്രയധികം ആഹ്ലാദിക്കുന്നു. അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു. അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ. അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. അത്യുന്നതൻ്റെ കാരുണ്യം നിമിത്തം അവൻ നിർഭയനായിരിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് നിന്റെ സാന്നിധ്യത്തിൽ നിർഭയരായി ഞങ്ങൾ ആയിരിക്കാൻ നിന്റെ സ്നേഹം ഞങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്നുവരെ, ജനനം മുതൽ ഇന്നുവരെ നീ ചെയ്ത അനന്തമായ കാര്യങ്ങൾ, അനന്തമായ അത്ഭുതങ്ങൾ, നന്മകൾ, കർത്താവേ, ഇതോർത്താൽ ഈ ജീവിതം മുഴുവനും നന്ദി പറഞ്ഞാലും തീരുകയില്ല. എൻ്റെ ദൈവമേ, അത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം നീ ഞങ്ങളെ ശിക്ഷിച്ചതോർത്ത് നന്ദി പറയുന്നു. സ്നേഹപൂർവ്വം നീ ഞങ്ങളെ തിരുത്തിയതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഞങ്ങൾ കണ്ടുമുട്ടിയ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ സഹായിച്ചവരെ, ഞങ്ങളെ ഉപദ്രവിച്ചവരെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നോളം ഈ ജീവിതം നിനക്ക് നന്ദി അർപ്പിക്കാൻ ഞങ്ങൾ മറന്നുപോയി. അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ ചില കുറവുകളെ, ഞങ്ങളുടെ ചെറിയ ജീവിതത്തെ, ഞങ്ങളുടെ പരിമിതികളുള്ള ഈ ജീവിതത്തിൽ മാത്രമേ ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പരിമിതികൾ മാത്രമായിരുന്നു. എന്നാൽ പരിമിതികളില്ലാത്ത ഞങ്ങളെ സ്നേഹിക്കുന്ന, പരിമിതികളില്ലാതെ ഞങ്ങളെ കാണുന്ന, കരുതുന്ന കർത്താവേ, നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഈ ജീവിതം നൽകിയതിന്,
ഞങ്ങളുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതിന്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ശരീരം നൽകിയതിന്, ഒരു മനസ്സ് നൽകിയതിന്, സംസാര ശേഷി നൽകിയതിന് എല്ലാം അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നീ നൽകിയ കുടുംബാംഗങ്ങളെ ഓർത്ത്, സഹോദരി സഹോദരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നീ നൽകിയ മാതാപിതാക്കളെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നീ നൽകിയ അധികാരികളെ ഓർത്ത്, അധ്യാപകരെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത്, അയൽവാസികളെ ഓർത്ത്, നാട്ടുകാരെ ഓർത്ത്, സഭയെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ആരൊക്കെ എന്തൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെ എല്ലാം, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, എല്ലാ മേഖലയിലും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യവും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇവരിൽ രോഗികളായ എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രോഗാവസ്ഥയിൽ കൂടി നീ എന്താണ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഏതു മേഖലയിലാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ തിരുത്തൽ കൊണ്ടുവരേണ്ടത് അത് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതം തിരുത്തപ്പെടുന്നതിനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി അനുതാപമുള്ള ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റി ദൈവിക കാഴ്ചപ്പാടുകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അത് കാണാൻ, അത് നോക്കിക്കാണാൻ ദൈവികമായ കാഴ്ചപ്പാടുകൾ നൽകി ഞങ്ങളുടെ ബോധ്യങ്ങളെ നീ തിരുത്തണമേ. ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ സാധിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഉള്ള സകലതിനെയും, ഞങ്ങൾക്കില്ലാത്ത സകലതിനെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ നീ ഉയർത്താൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, എല്ലാം അങ്ങയുടെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്ന ഈ നിമിഷം ഞങ്ങൾക്ക് നല്ലൊരു ഹൃദയം നൽകി ഈ രാത്രിയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്നെപ്പോലൊരു ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് കർത്താവായ യേശുവേ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എല്ലാ അന്തരീക്ഷങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച്, എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിച്ച് സുഖമായ നിദ്ര നൽകി പരിപൂർണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഭവനത്തെ, വസ്തുവകകളെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ എല്ലാം നീ സംരക്ഷിക്കണമേ. അയൽവാസികളെ നീ സംരക്ഷിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇന്ന് വരെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെ, പാപങ്ങളെ ക്ഷമിച്ച് ഈ രാത്രിയിൽ ദൈവവുമായി മനുഷ്യരുമായി പൂർണ്ണമായി അനുരഞ്ജനപ്പെടാൻ നല്ലൊരു മനസ്സ് നൽകി, നല്ലൊരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച്, കുറവുകൾ ക്ഷമിച്ച്, ബലഹീനതകൾ ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, സുഖമായ നിദ്ര നൽകി അവിടുന്ന് നമ്മെ കാത്തു പരിപാലിക്കട്ടെ. നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.